My precious friend, എൻ്റെ വിലയേറിയ സ്നേഹിത, you are Christ's ambassador. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാകുന്നു. 2 Corinthians 5:20 says so. 2 കൊരിന്ത്യർ 5:20 അപ്രകാരം പറയുന്നു. You're not an orphan. നിങ്ങൾ ഒരു അനാഥനല്ല. You're not a castaway. നിങ്ങൾ പുറന്തള്ളപ്പെട്ടവനല്ല. You may be working for somebody and you may be trying to own that company, own that organization and try to belong to it. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുകയാവാം. നിങ്ങൾ ആ കമ്പനിയുടെ സ്ഥാപനത്തിന്റെ സ്വന്തമായി തീരുവാൻ ആഗ്രഹിക്കുകയായിരിക്കാം. But they may have cast you away. എന്നാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം. You may try to belong to your family. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സ്വന്തമായി തീരുവാൻ ശ്രമിക്കുകയാവാം. But your family members may be casting you away out of the family. എന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയാവാം. Maybe your friends are casting you away. ഒരുപക്ഷെ സ്നേഹിതന്മാർ നിങ്ങളെ You തിരസ്കരിക്കുകയാവാം. have no identity of your own. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അനന്യതയില്ല. But എന്നാൽ Jesus says, യേശു പറയുന്നു, my son, my daughter, എൻ്റെ മകനെ, എൻ്റെ മകളെ, as I call you as my ambassador. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ സ്ഥാനാപതികൾ എന്ന് You വിളിക്കുന്നു. are my ambassador. നിങ്ങൾ എൻ്റെ സ്ഥാനാപതികളാണ്. You may say, I have no strength in this world, നിങ്ങൾ പറഞ്ഞേക്കാം, ഈ ലോകത്തിൽ എനിക്കൊരു ശക്തിയും അധികാരവുമില്ല. no wisdom in this world, ഈ ലോകത്തിൽ എനിക്ക് യാതൊരു ജ്ഞാനവുമില്ല. no money, എൻ്റെ പക്കൽ പണവുമില്ല. no stature, എനിക്കൊരു അന്തസ്സുമില്ല. no holiness even. ഈ ലോകത്തിൽ എനിക്ക് അല്പം പോലും വിശുദ്ധിയില്ല. But Jesus says, എന്നാൽ യേശു പറയുന്നു, my daughter, my son, as you have given your life into my hands, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ നിന്റെ ജീവിതം എൻ്റെ കൈകളിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ I have taken you as my own. ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു, നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. Jesus says, you belong to me. യേശു പറയുന്നു, നീ എനിക്ക് സ്വന്തമായവനാണ്. You belong to me. നീ എനിക്ക് സ്വന്തമായവനാണ്. My friend, do not be afraid. എൻ്റെ സ്നേഹിത, നിങ്ങൾ ഭയപ്പെടേണ്ട. The Bible says the covenant with Jesus makes with us is a lasting covenant. വേദപുസ്തകം പറയുന്നു, നമ്മോടുള്ള യേശുവിന്റെ സമാധാന നിയമം നിത്യമാണ്. In Isaiah 54 and verse 10, യെശയ്യാവ് 54:10 the Bible says, and the mountains may be shaken, വേദപുസ്തകം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, the hills may be removed, കുന്നുകൾ നീങ്ങിപ്പോകും. but my covenant of peace that I have made with you shall never be removed. എങ്കിലും എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല. Yes, you are bound to me with cords of love, says Jesus. അതെ, നിങ്ങൾ സ്നേഹപാശങ്ങളാൽ എന്നോട് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നു. This is God's love for you, as we read in the ഇത് Bible. നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. You belong to Jesus. നിങ്ങൾ യേശുവിന് സ്വന്തമായവരാണ്. And you are His ambassadors. നിങ്ങൾ യേശുവിന്റെ സ്ഥാനാപതിയാണ്. Only through you, Jesus is revealed to the world. നിങ്ങളിലൂടെ മാത്രമാണ് യേശുക്രിസ്തു ലോകത്തിനു മുൻപിൽ വെളിപ്പെടുന്നത്. So rejoice. ആകയാൽ സന്തോഷിപ്പിൻ. Surrender to Him. നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവിന് സമർപ്പിക്കുക. Every day, every moment, keep praying, Lord, open the way for me to share you with somebody. ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥിക്കുവിൻ, കർത്താവേ, അങ്ങയെക്കുറിച്ച് മറ്റൊരാളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് വഴികൾ തുറന്നു One തരണമേ. side, you could share about Jesus one to one or in a big public meeting about His saving power, His blessing power. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് മറ്റൊരാളോട് പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ഒരു മഹായോഗത്തിൽ പങ്കെടുത്ത് യേശുവിന്റെ രക്ഷാകരമായ ശക്തിയെക്കുറിച്ചും യേശുവിന്റെ അനുഗ്രഹിക്കുവാനുള്ള ശക്തിയെക്കുറിച്ചും ജനങ്ങളോട് പങ്കുവയ്ക്കാം. Secondly, you could share through your holy life as a witness before everybody. രണ്ടാമതായി, എല്ലാവർക്കും മുൻപിലും ഒരു സാക്ഷിയായി തീർന്ന് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പങ്കുവയ്ക്കാം. But thirdly, God will show that you are His ambassador by bringing miracles through you and also prospering you in every way. മൂന്നാമതായി, സകല വിധത്തിലും നിങ്ങളെ സമൃദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പങ്കാളിയാണെന്ന് ലോകത്തിനു മുൻപിൽ ദൈവം വെളിപ്പെടുത്തും. This is going to happen to you. ഇത് നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നു. Dear mother, ഒരു പ്രിയപ്പെട്ട അമ്മ, Mrs. Vijaya, മിസിസ് വിജയ, shared her story. അവരുടെ ജീവിത കഥ ഞങ്ങളോട് പങ്കുവച്ചു. She did not know anything about Jesus, അവർക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. but the grace of God led her to find Jesus. എന്നാൽ യേശുവിനെ കണ്ടെത്തത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ അവരെ വഴി നടത്തി. Parents, her family
never knew Jesus. അവരുടെ മാതാപിതാക്കളും കുടുംബത്തിലെ അംഗങ്ങളും യേശുവിനെ അറിഞ്ഞവരായിരുന്നില്ല. When the Jesus Calls Prayer Tower was established in her city, അവരുടെ നഗരത്തിൽ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം സ്ഥാപിക്കപ്പെട്ടപ്പോൾ from the beginning she started voluntarily serving there, ആരംഭം മുതൽ ഒരു സന്നദ്ധ പ്രവർത്തകയായി അവർ അവിടെ സേവനം അനുഷ്ഠിക്കുവാൻ caring തുടങ്ങി. for the people, ജനങ്ങളെ പരിപാലിച്ചുകൊണ്ട്, praying for the people. ജനങ്ങൾക്ക് വേണ്ടി She പ്രാർത്ഥിച്ചുകൊണ്ട്. was, her family was very well placed in life. അവരുടെ കുടുംബം നല്ല നിലയിലുള്ള ഒരു കുടുംബമായിരുന്നു. They were so blessed. അവർ വളരെ അനുഗ്രഹീതരായിരുന്നു. But still she took time to be the ambassador of എന്നാൽ Jesus ആ അവസ്ഥയിലും യേശുവിന്റെ സ്ഥാനാപതിയായി പ്രവർത്തിക്കുവാൻ അവർ സമയം കണ്ടെത്തി. by serving in the Jesus Calls Prayer Tower. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട്. Seeing her life, her children accepted the Lord. അവരുടെ ജീവിതം കണ്ട് അവരുടെ മക്കൾ എല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ചു. And all her children are very blessed and prosperous. അവരുടെ മക്കൾ എല്ലാവരും അത്യധികം അനുഗ്രഹീതരായി സമ്പൽ സമൃദ്ധി പ്രാപിച്ചു. And their children too. അവരുടെ മക്കളും അനുഗ്രഹീതരായി. And she stayed all alone and has been serving the Lord Jesus through the ambassador ministry of Jesus Calls. ആ സഹോദരി ഒറ്റയ്ക്ക് താമസിച്ച് യേശു വിളിക്കുന്നു സ്ഥാനാപതി ശുശ്രൂഷയിലൂടെ യേശുവിനെ സേവിച്ചുകൊണ്ടിരുന്നു. Even though the children are in America and so on. അവരുടെ മക്കൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമായിരുന്നു. Yes, she was honored as the greatest ambassador of Jesus Calls. അതെ, 2022 യേശു വിളിക്കുന്നു ശുശ്രൂഷയിലെ ഏറ്റവും ശ്രേഷ്ഠയായ സ്ഥാനാപതി അവരായിരുന്നു. അത് നിമിത്തം അവർ ആദരിക്കപ്പെട്ടു. ഞങ്ങൾ അവരെ ആദരിച്ചു. But I know heaven itself has honored her. എന്നാൽ സ്വർഗം തന്നെ അവരെ ആദരിച്ചിരിക്കുന്നുവെന്ന് May എനിക്കറിയാം. God bless you also with this grace. ദൈവം നിങ്ങളെയും ഇതേ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. Father, പിതാവേ, let thy son, thy daughter know that they are your ambassadors, Lord. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളും അവർ അങ്ങയുടെ സ്ഥാനാപതികളാണെന്ന സത്യം തിരിച്ചറിയട്ടെ. Give them grace to serve you and serve others at the Jesus Calls Prayer Tower. അങ്ങയെ സേവിക്കുവാൻ, യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിലൂടെ മറ്റുള്ളവരെ സേവിക്കുവാൻ അങ്ങ് അവർക്ക് കൃപ നൽകണമേ. Continue to pour your miracles. കർത്താവെ, തുടർന്നും അങ്ങയുടെ അത്ഭുതങ്ങൾ അവരിലൂടെ Bless ചെയ്യണമേ. them. അവരെ In അനുഗ്രഹിക്കണമേ. Jesus' name. യേശുവിന്റെ My നാമത്തിൽ. friend, എന്റെ സ്നേഹിത, if you would like to serve Jesus as an ambassador of Jesus Calls in your area, please call this number. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു യേശു വിളിക്കുന്നു സ്ഥാനാപതിയായി യേശു വിളിക്കുന്നു ശുശ്രൂഷയെ സഹായിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ നമ്പറിൽ ഞങ്ങളോട് ബന്ധപ്പെടുവിൻ. Or enroll at the website. അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ Or ചേരുവിൻ. send an email to this address. അല്ലെങ്കിൽ ഈ വിലാസത്തിലേക്ക് ഒരു ഇമെയിൽ അയക്കുവിൻ. Or call your nearest prayer tower. അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് In some വിളിക്കുവിൻ. way you can get connected. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ്. And through you the Lord will do miracles. നിങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ And പ്രവർത്തിക്കും. your children shall prosper. നിങ്ങളുടെ മക്കൾ സമൃദ്ധി പ്രാപിക്കും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.